അടുത്ത ഓപ്പറേഷനാണ് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ. അതായത് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ് ഡിലീഷൻ. ഡിലീഷനും എന്തുണ്ട്, ബിഗിനിങ്ങിൽ ഡിലീറ്റ് ചെയ്യാം, എൻഡിൽ ഡിലീറ്റ് ചെയ്യാം, കീ പൊസിഷൻ ഡിലീറ്റ് ചെയ്യാം. ഡിലീഷൻ ബിഗിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ കൺഫ്യൂഷൻ അടിക്കരുത്, ഈ ഫസ്റ്റത്തെ ഹെഡ് നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എടുക്കരുത്. അങ്ങനെയല്ല, ഹെഡ് നോഡ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ നോഡ് ഇയാളെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിലീഷൻ ബിഗിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിലീഷൻ എൻഡ് ആണെങ്കിൽ ഇതാ ഈ ലാസ്റ്റത്തെ നോഡിനെ ഡിലീറ്റ് ചെയ്യുക. ഇനി ഡിലീഷൻ കീ പൊസിഷൻ ആണെങ്കിൽ ഇപ്പോൾ കീ 2 ആണെങ്കിൽ ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഡിലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഡിലീഷൻ ബിഗിനിങ്ങിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ബിഗിനിങ്ങിലുള്ള ഡിലീഷൻ വളരെ എളുപ്പമാണ്. ബാക്കിയുള്ള 2 എൻഡിലും കീ പൊസിഷനും കമ്പയർ ചെയ്യുമ്പോൾ ബിഗിനിങ്ങിലുള്ള ഡിലീഷൻ ഭയങ്കര എളുപ്പമാണ്. നോക്കുക, നമുക്ക് ആരെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഈ നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇയാൾക്കൊരു പേര് കൊടുക്കണം അല്ലേ. ഇയാൾക്കൊരു പേര് കൊടുത്താൽ മാത്രമേ ആ പേര് വെച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആലോചിക്കുക, ഇയാൾക്ക് ഞാൻ എങ്ങനെ ഒരു പേര് കൊടുക്കും. ശരി, ഇയാൾക്ക് എനിക്കൊരു പേര് കിട്ടി. ഇനി ഇയാളെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഈ 3 നോഡുകൾ, ഹെഡ് നോഡ്, 200-ലുള്ള ആൾ, 300-ലുള്ള നോഡ്, ഈ 3 ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവുക. 200 എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, 200-നെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. സോ ഡിലീറ്റ്, ഇയാളെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇയാൾ ഇൻവോൾവ് ചെയ്തു. അപ്പോൾ ഇയാൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ നേരെ എങ്ങനെയാണ് പോവുക, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക്, ഇങ്ങനെയല്ലേ കണക്ഷൻ പോവുക. ഈ 100 എന്ന് പറഞ്ഞ ഹെഡ് നോഡിൽ നിന്ന് 300 എന്ന് പറഞ്ഞ നോഡിലേക്കായിരിക്കും കണക്ഷൻ പോവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ നോഡിന് ഞാൻ എങ്ങനെ പേരിടും എന്നുള്ള കാര്യം നോക്കുക. ഇയാളെ ഞാൻ PTR എന്ന് വിളിക്കുകയാണ്, എല്ലായ്പ്പോഴും വിളിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇയാളെ PTR എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ വിളിക്കണം, ഹെഡിൻ്റെ ലിങ്ക് ഈക്വൽ ടു PTR, അല്ലെങ്കിൽ PTR ഈസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. ഹെഡിൻ്റെ ലിങ്ക് ഉള്ളത് 200 ആണ്. സോ 200-ലുള്ള ആളെ ഞാൻ എന്ത് വിളിച്ചു, PTR എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇയാളെ PTR എന്ന് വിളിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നേരെ എനിക്ക് ഡിലീറ്റ് PTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡിലീറ്റ് PTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോഡങ്ങ് ഡിലീറ്റ് ആയി കഴിഞ്ഞു അല്ലേ. പക്ഷേ ഇവരെയും ഈ ഹെഡ് നോഡിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ എനിക്ക് പിന്നെ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം ഹെഡിൻ്റെ ലിങ്കിലുള്ളത് 200 ആണ്. ആ 200 PTR ആയിരുന്നു. PTR ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, PTRനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നോക്കുക, ഇയാളെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും തമ്മിലാണ് ഞാൻ കണക്ഷൻ കൊടുക്കേണ്ടത്. ആ കണക്ഷൻ കൊടുക്കുന്ന നോഡുകൾക്ക് ഇപ്പം പേരുണ്ടോ, അവരെപ്പറ്റി എനിക്ക് ഇൻഫർമേഷൻ അറിയാവോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞാൽ ഈ ഹെഡ് നോഡും ഈ 300-ലുള്ള ആളും തമ്മിലാണ് കണക്ഷൻ പോകേണ്ടത്. ഈ 300-ലുള്ള ആളെ പറ്റി നമുക്കിപ്പോൾ ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ 300-ലുള്ള ആൾക്ക് ഞാൻ എന്തിടണം, പേരിടണം. ഞാൻ 300-ലുള്ള ആൾക്കൊരു പേരിട്ടു, PTR1. ഇങ്ങനെ PTR1 എന്ന് എഴുതിയാൽ അത് PTR1 ആയോ? ആവില്ല. ഞാൻ എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതി കൊടുക്കണം? തൊട്ട് മുന്നേയുള്ള ആളുടെ പേരെന്താണ്, PTR ആണ്. ആ PTRൻ്റെ ലിങ്കിലുള്ള ആളാണ് ആര്, PTR1. അപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി, PTR1 ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. അതായത് ഹെഡിൻ്റെ തൊട്ടടുത്തുള്ള ആളെ എങ്ങനെയാണോ ഞാൻ PTR എന്ന് വിളിച്ചത്, അതുപോലെ തന്നെ ഞാൻ എന്ത് വിളിക്കുന്നു, PTR1 എന്ന് ഇയാളെ വിളിക്കുന്നു. ഹെഡിൻ്റെ PTR ഈസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക് എന്നായിരുന്നു ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിമിലർലി PTR1 ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് വിളിച്ചു, PTRൻ്റെ ലിങ്ക്. ഇപ്പം എന്ത് കിട്ടി, ഹെഡ് പേരായി, ഇയാൾക്ക് PTR എന്ന് പേര് കിട്ടി, ഇയാൾക്ക് PTR1 എന്ന് പേര് കിട്ടി. അപ്പോൾ 3 നോഡിനും പേര് കിട്ടി. ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇയാളെ ഡിലീറ്റ് ചെയ്തു. ഞാൻ ആദ്യം ഡിലീറ്റ് PTRനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ കണക്ഷൻ കൊടുത്താൽ മതി. ഇവിടെ എന്തുകൊണ്ടാണ് 200 വന്നത്, തൊട്ടടുത്തുള്ള ആളുടെ അഡ്രസ്സ് 200 ആയതുകൊണ്ടാണ് ഹെഡിൻ്റെ ലിങ്ക് പോർഷനിൽ 200 വന്നത്. അയാളവിടെ ഇല്ല. ഇനി അവിടെ തൊട്ടടുത്തായിട്ട് ആരാ ഉള്ളത്, 300 ആണുള്ളത് അല്ലേ. അപ്പോൾ 200-ലേക്ക് ആരാണ് വരേണ്ടത്, 300 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് വരേണ്ടത്. അപ്പോൾ ഹെഡിൻ്റെ എവിടെയൊക്കെയാണ് 300 വരേണ്ടത്, ഹെഡിൻ്റെ ലിങ്ക് പോർഷനിൽ ആര് വരണം, 300 വരണം. അതായത് PTR1 വരണം. സോ ഹെഡിൻ്റെ ലിങ്ക് ഈക്വൽ ടു ഞാൻ എന്ത് എഴുതി, PTR1 എന്ന് എഴുതി. ഇത്രയാണ് എന്തുള്ളത്, ബിഗിനിങ്ങിലുള്ള ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ വരേണ്ടത്. അപ്പോൾ ഏത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കുക, ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നോക്കുക, അവർക്കെല്ലാം ഓരോരു പേര് കൊടുക്കുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, ഡിലീഷൻ എൻഡിലുള്ള ആൾ ഡിലീറ്റ് ചെയ്യുക. അതായത് എൻഡിലുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണല്ലോ, ഇയാളെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഡിലീഷൻ എൻഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്നത് എന്താ, ഓക്കെ, ഞാൻ ട്രാവേഴ്സലും അതേപോലെ മെർജിങ്ങും എൻഡിൽ ഇൻസേർട്ട് ചെയ്യാനൊക്കെ ചെയ്തപ്പോൾ ഞാൻ ചെയ്തൊരു മെത്തേഡ് ഉണ്ടല്ലേ, എന്താ, ലാസ്റ്റത്തെ നോഡിൻ്റെ ലിങ്ക് നള്ളായിരിക്കും. അപ്പോൾ ലിങ്ക് നള്ളാണോ നോക്കി ഞാനങ്ങ് പോയാൽ മതി, എന്നിട്ട് ഇയാളങ്ങ് ഡിലീറ്റ് ചെയ്യുക എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക. കണ്ടീഷൻ അതൊക്കെ തന്നെയാണ്, പക്ഷെ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. നമ്മളങ്ങനെ വന്ന് ഇയാളെ ഡിലീറ്റ് ചെയ്തു. ഇയാളെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ, തൊട്ട് മുന്നേയുള്ള നോഡിൻ്റെ
ലിങ്ക് പോർഷനിൽ ഇപ്പോൾ ആരാ ഉള്ളത്? 400 അല്ലേ ഉള്ളത്? അത് 400 തന്നെയാണോ വേണ്ടത്? അല്ല. ഈ ലാസ്റ്റത്തെ ആളെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ലാസ്റ്റത്തെ നോഡ് ആരാ? ഈ 300 കിടക്കുന്ന നോഡാണ് ഏറ്റവും ലാസ്റ്റത്തെ നോഡായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ലിങ്ക് പോർഷൻ എന്തായിട്ട് മാറണം? നള്ളായിട്ട് മാറണം അല്ലേ? ഈ 400 പോയിട്ട് ആരായിട്ട് മാറണം? അവിടെ നള്ളായിട്ട് മാറണം. അപ്പോൾ അതിന് കൂടി ഞാൻ എന്ത് വേണമെന്ന് ചിന്തിക്കുക. ഓക്കെ, ഇവിടുന്ന് ആദ്യം ഒരു പേര് കൊടുത്ത് എൻഡിലെ ഈ ലാസ്റ്റത്തെ നോഡിലേക്ക് എത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ മുന്നേ ഉള്ള ഓപ്പറേഷൻ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. നേരെ എന്ത് ചെയ്താൽ മതി? ലിങ്ക് നള്ളാണോ നോക്കി നോക്കി നമുക്ക് ഇവിടെ എത്തിക്കാം. പക്ഷെ ഇവിടെ എത്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇയാളെ പറ്റി എനിക്കൊരു ഇൻഫർമേഷൻ വേണം. അപ്പോൾ ഇവിടെ ഈ 400 എന്ന് പറഞ്ഞ നോഡിന് ഞാനൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ടെങ്കിലും എനിക്കതിന് പേരിട്ട് പോവാം. പക്ഷേ ഇതിനെ വെച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു നെയിം കൊടുക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു നോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാത്രമേ നമുക്ക് നെയിമിംഗ് പറ്റുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നെയിമിംഗ് പറ്റില്ല. അപ്പോൾ ആലോചിക്കുക, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇയാളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ഇയാളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് രണ്ടാൾക്കും ഞാൻ എന്ത് ചെയ്യണം? പേര് കൊടുക്കണം. അപ്പോൾ പൊട്ടി മുളച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ഒരു പേരൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ നിന്നേ എന്തോ ഒരു പേരിട്ട് കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാനേ പറ്റുള്ളൂ. ആ കാര്യം ആദ്യം മൈൻഡിൽ വേണം. ഞാൻ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പം കത്തും. പക്ഷേ എക്സാം ഹോളിൽ നമ്മളൊരു ആൻസർ, എക്സാം ഹോളിൻ്റെ ഒരു ടെൻഷനിൽ ഇരുന്നിട്ട് ആൻസർ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് നേരെ എന്ത് ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങ് ചിന്തിച്ച് കളയും. അപ്പോൾ ഇവിടെ നള്ളാക്കുന്നൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ നേരെ പെട്ടെന്ന് പരിപാടി കഴിക്കാനായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മൈൻഡിൽ എന്തുണ്ടാവണം? എന്തുകൊണ്ടാണ് രണ്ട് പേരുകൾ കൊടുക്കുന്നത് എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്യേണ്ടത്, എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഇയാൾക്ക് എന്ത് ചെയ്യുന്നു? ഞാനൊരു പേര് കൊടുക്കുന്നു. ഞാൻ ഇയാൾക്ക് PTR എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. എങ്ങനെ കൊടുക്കും? PTR ഈസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. ഹെഡിൻ്റെ ലിങ്കിൽ കിടക്കുന്ന ആളെ ഞാൻ എന്ത് വിളിച്ചു? PTR എന്ന് വിളിച്ചു. ഹെഡിൻ്റെ ലിങ്കിൽ കിടക്കുന്ന ഒരാളെ ഞാൻ PTR എന്ന് വിളിച്ചു. ഇനി ഞാൻ ഈ ഹെഡിന് പുതിയൊരു പേര് കൂടെ കൊടുക്കുകയാണ്. ആ പേരാണെന്ത്? PTR1. ഈ ഹെഡിന് ഞാൻ പുതിയൊരു പേര് കൂടി കൊടുത്തു, PTR1. ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഈ PTRന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാടിച്ച് ഈ ലാസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. എന്ത് കണ്ടീഷൻ കൊടുത്താൽ മതി? PTRൻ്റെ ലിങ്ക് നള്ളാണോ നള്ളല്ലേ എന്നുള്ളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്തുള്ളൊരു പ്രശ്നം, ഇയാളെ എനിക്ക് സുഖമായിട്ട് ഒരു പേരിട്ട് വിളിക്കാൻ പറ്റും. പക്ഷേ ഈ തൊട്ട് മുന്നേ ഉള്ള ആളെ പറ്റി എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ലാതായി പോകും. അപ്പോൾ ഇയാളെ പറ്റിയുള്ള ഇൻഫർമേഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഹെഡിന് കൂടെ മറ്റൊരു പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാളുടെ പേര് PTR എന്നുള്ളതാണ്. ഇയാളുടെ പേരെന്താണ്? ഇയാൾക്ക് രണ്ട് പേരുണ്ട്, ഹെഡ് എന്നൊരു പേരുണ്ട്, PTR1 എന്നൊരു പേരുണ്ട്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇയാൾക്ക് ഓൾറെഡി ഹെഡ് എന്ന് പറഞ്ഞൊരു പേരുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ ഒരു PTR1 എന്ന് പറഞ്ഞൊരു പേര് കൂടെ കൊടുക്കുന്നത് എന്ന് മേ ബി കൺഫ്യൂഷൻ വരാം. അതായത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ആളെ അടുത്ത് എന്ത് വിളിക്കുന്നുണ്ട്? PTR1 എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഈ PTR1 ഈ നോഡിന് മാത്രമുള്ളതോ, ഈ PTR ഈ നോഡിന് വേണ്ടി മാത്രമുള്ളതോ അല്ല. നമ്മൾ എന്തോ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ ചാടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹെഡിന് മറ്റൊരു പേര് വിളിക്കുന്നത്. ഓക്കെ, ഇനി PTR ഈസ് ഈക്വൽ ടു ഹെഡ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എഴുതി. ഇനി ഞാൻ എൻ്റെ കണ്ടീഷൻ നോക്കുകയാണ്. വൈൽ PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. വൈൽ PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. ഇതാണ് PTRൻ്റെ ലിങ്ക് നള്ളാണോ നോക്കി. അതായത് ഈ 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളാണോ എന്നാണ് ചോദിക്കുന്നത്. നള്ളാണോ? അല്ല. നള്ളല്ല എന്നുള്ളത് എൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്. സോ എനിക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പം നള്ളല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. അതായത് ഇയാളെ ഞാൻ നോക്കി, ഇയാളുടെ നള്ളാണോ നോക്കി. നള്ളല്ലെങ്കിൽ ഞാൻ ഇനി ഇയാളെ PTR എന്ന് വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തുള്ള ആളെ PTR എന്ന് വിളിക്കണം. നമ്മൾ തൊട്ട് മുന്നേ ഒക്കെ ചെയ്തതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളെ ഞാൻ PTR എന്ന് വിളിക്കുന്നു, ഇയാളെ ഞാൻ എന്ത് ചെയ്യുന്നു? PTR എന്നുള്ള നെയിം അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, അറ്റ് ദി സെയിം ടൈം നടക്കുന്നൊരു കാര്യം, ഈ PTR1 എന്നുള്ളത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇയാളെ PTR1 എന്നുള്ളത് വിളിക്കും. കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ നോക്കുന്ന കണ്ടീഷൻ ഇതായിരുന്നു. ആദ്യത്തെ എൻ്റെ PTR. ഈ PTRൻ്റെ ലിങ്ക് നള്ളാണോ നോക്കി. ഈ PTRൻ്റെ ലിങ്ക് നള്ളല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. തൊട്ടടുത്തുള്ള ആളെ ഞാൻ എന്ത് വിളിക്കുക? PTR എന്ന് വിളിക്കുക. അതായത് ആദ്യം 200-നായിരുന്നു ഞാൻ PTR എന്ന് വിളിച്ചത്. ആ 200-ന് PTR എന്നുള്ള പേര് അവിടെ നിന്ന് പോയി. പകരം ഞാൻ എന്ത് ചെയ്തു? 300-ഉള്ള ആളെ ഞാൻ എന്ത് വിളിച്ചു? PTR എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ ആദ്യം ഹെഡിനെ ആയിരുന്നു PTR1 എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഹെഡിനെ വിളിച്ച PTR1 അവിടെ നിന്ന് പോയി. 200-ലുള്ള ആളെ ഞാൻ എന്ത് വിളിച്ചു?
PTR1 എന്ന് വിളിച്ചു. അപ്പോൾ ഇപ്പോൾ എൻ്റെ പുതിയ PTR1ഉം PTR ആരൊക്കെയാണ്? PTR1 200ഉം PTR 300ഉമാണ്. ഓക്കെ, അപ്പോൾ PTR ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒന്നും കൂടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. PTRൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400ആണ്. PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ? ആണല്ലേ, നോട്ട് ഈക്വൽ ടു നള്ളാണ്. 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളിന് ഈക്വൽ അല്ല, അപ്പോൾ നോട്ട് ഈക്വൽ ആണ്. ആ കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആയി ഞാൻ ഉള്ളിലേക്ക് കയറണം. എഗെയിൻ ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ ചെയ്യണം. ഈ PTR എന്നുള്ളത് ഇവിടെ വെട്ടിയിട്ട് തൊട്ടടുത്തുള്ള ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? PTR എന്ന് വിളിക്കുന്നു. ഇവിടെയുള്ള PTR1നെ വെട്ടിയിട്ട് ഞാൻ ആരെ എന്ത് വിളിക്കുന്നു? ഇയാളെ ഞാൻ PTR1 എന്ന് വിളിക്കുന്നു. ഓക്കെ, വെട്ടുന്നതൊന്നുമല്ല, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇതുവരെ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹെഡിന് മറ്റൊരു പേരിട്ടിട്ട് ഞാനിങ്ങനെ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ, ആ സെനാരിയോ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം PTR മാറി. അപ്പം ഞാൻ എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. അതായത് നമ്മളോട് ചോദിക്കുന്നത് ഇതാണ് PTRൻ്റെ ലിങ്ക് നള്ളല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. നള്ളല്ലേ? നള്ളാണ്. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റിപ്പോയി. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. നേരെ ഞാൻ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഓക്കെ, വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി നിങ്ങൾ നോക്കിയേ, ഇയാളെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇയാളെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? തൊട്ട് മുന്നേ ഉള്ള ആളുടെ ലിങ്ക് നള്ളാക്കി മാറ്റണം. അപ്പോൾ ഇയാളെ രണ്ടാളെ പറ്റി എനിക്കൊരു ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ ഉണ്ടോ? ഉണ്ട്. ഈ ലാസ്റ്റ്നോടിനെ ഞാൻ വിളിച്ചത് PTR എന്നാണ്, ഇൻഫർമേഷൻ ഉണ്ട്. തൊട്ട് മുന്നേ ഉള്ള ആളുടെ പേര് PTR1 എന്നാണ്. അയാളെ പറ്റി എന്തുണ്ട്? ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് ഈ PTR1 ഇയാളുടെ ലിങ്ക് എന്താക്കി മാറ്റണം? നള്ളാക്കി മാറ്റണം. സോ PTR1ൻ്റെ ലിങ്ക് ഈക്വൽ ടു നൾ. ഈ 400 പൊസിഷനിൽ ആരായിട്ട് വരും? നള്ളായിട്ട് വരും. ഓക്കെ, അപ്പോൾ PTR1ൻ്റെ എവിടെയാണ് നള്ളാവേണ്ടത്? ലിങ്കിലാണ് നള്ളാവേണ്ടത്. സോ PTR1ൻ്റെ ലിങ്ക് ഈക്വൽ ടു നൾ. ഓക്കെ, എന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. സോ ഡിലീറ്റ് PTR. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് കത്തും. ഇത് ചെറുതായിട്ടൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ട കേസാണ്. ആലോചിക്കുക, ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ആലോചിക്കുക. ഇനി നിങ്ങളൊന്ന് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾ അല്ലാണ്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. അതായത് ഇതിന് മറ്റൊരു പേര് കൊടുക്കാതെ ഞാനിങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പം കുറച്ചും കൂടി കത്തും. ക്ലാരിഫൈ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിലീഷൻ ഇൻ കീ പൊസിഷൻ. അതായത് കീ പൊസിഷനിലുള്ള നോഡിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. കീ പൊസിഷനിലുള്ള നോഡിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതായത് എനിക്ക് 3 എന്ന് പറഞ്ഞുള്ളതാണ് എൻ്റെ കീ എന്ന് വിചാരിക്കുക. അതായത് എൻ്റെ കീ ഈക്വൽ ടു 3 ആണ് എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 എന്ന് പറഞ്ഞിട്ടുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ ഞാൻ ഇൻസേർഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ കീ ഈക്വൽ ടു 3 ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് ഇതിനെ ആലോചിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെയൊന്നും അല്ല ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നത്. കീ ഏതാണോ തന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കീ 3 ആണ്. സോ 3 കീ ആയിട്ടുള്ളത് ഈ 400 ഈ നോഡാണ്. അപ്പോൾ ഈ നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? ഇയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, തൊട്ട് മുന്നേ ഇയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇയാളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 നോഡുകളും എനിക്ക് എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ തൊട്ട് മുന്നേ പോലെ നമ്മൾ ആലോചിക്കുക, ഇയാളിലേക്ക് എത്താൻ വലിയ പണിയൊന്നുമില്ല അല്ലേ? നമ്മൾ PTRൻ്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ ആണോ എന്ന് ചെക്ക് ചെയ്ത് പോയാൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ എത്താം. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇയാളെ കണ്ടുപിടിക്കാനും വലിയ പ്രയാസമില്ല, ലിങ്ക് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ തൊട്ട് മുന്നേയുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇയാളെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുന്നേ ചെയ്തതുപോലെ സ്റ്റാർട്ടിങ് മുതലേ എന്ത് ചെയ്യണം? ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇയാൾക്കൊരു പുതിയ ഇയാളുടെ ആദ്യത്തെ പേര് ഹെഡായിരുന്നു. അയാൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? PTR1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കൂടെ കൊടുക്കുന്നു. അതേപോലെ ഇയാളെ ഞാൻ PTR എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇയാളെ എനിക്ക് എങ്ങനെ PTR എന്ന് വിളിക്കാം? PTR ഇസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. ഹെഡിൻ്റെ ലിങ്ക് ഇപ്പോൾ 200 ആണ്. സോ 200 ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? PTR എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി PTR1 ഇസ് ഈക്വൽ ടു ഹെഡ്. അതായത് ഹെഡിനെ ഞാൻ പുതിയൊരു പേര് കൂടി വിളിക്കുന്നു. അതാണ് എന്ത്? എൻ്റെ ഹെഡ്. ഓക്കെ, ഇനി PTRൻ്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ. എനിക്ക് കീ 3 ആണോ എന്നാണ് നോക്കി പോകേണ്ടത്. അപ്പോൾ ഞാൻ നോട്ട് ഈക്വൽ ടു കീ ആണോ നോക്കുന്നു. അപ്പോൾ ആദ്യം എൻ്റെ PTR ഉള്ളത് 1 ആണ്. ഞാൻ ആദ്യം നോക്കുന്നത് 1 നോട്ട് ഈക്വൽ ടു 3 ആണോ എന്നാണ്. അതായത് 1 3ന് ഈക്വൽ അല്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, എന്നാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 3ന് ഈക്വൽ അല്ല. 3ന് ഈക്വൽ അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ 2 കാര്യമാണ് ചെയ്യേണ്ടത്. തൊട്ട് മുന്നിൽ എഴുതിയതുപോലെ തന്നെ ഞാൻ തൊട്ടപ്പുറത്തുള്ള ആളെ എന്ത് വിളിക്കണം? PTR എന്ന് വിളിക്കണം. അതേപോലെ തന്നെ ഇയാളെ ഞാൻ എന്ത് വിളിക്കണം? PTR1 എന്ന് വിളിക്കണം. ഓക്കെ, തൊട്ട് പിറകെ എഴുതിയിട്ടുള്ള ആളെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് ചാടിച്ചു. ഇയാളായിരുന്നു PTR എങ്കിൽ ആ PTRനെ തൊട്ടടുത്തതിലേക്ക് ഞാൻ ചാടിച്ചു. ഇയാളെ PTR എന്ന് വിളിച്ചു. ഇയാളായിരുന്നു PTR എങ്കിൽ തൊട്ട് മുന്നിലേക്ക് ചാടിച്ച് ഇയാളെ ഞാൻ എന്ത് വിളിച്ചു? PTR1 എന്ന് വിളിച്ചു. ഓക്കെ,
അപ്പോൾ PTR ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടി കണ്ടീഷൻ ചെക്ക് ചെയ്യണം. PTRൻ്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ, അതായത് ഇവിടെ ഡാറ്റ 2 ആണ്. അപ്പോൾ ഞാൻ നോക്കുകയാണ് 2 നോട്ട് ഈക്വൽ ടു 3 അല്ലേ, 2 നോട്ട് ഈക്വൽ ടു 3 അല്ലേ, 2 3 ഈക്വൽ അല്ല. അപ്പോൾ കണ്ടീഷൻ എഗെയിൻ ട്രൂ ആയി. എനിക്ക് ഉള്ളിലേക്ക് കയറാം. ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ചാടിക്കണം. അതായത് ഈ PTR എന്തായി, ഇയാളെ പുതിയ PTR എന്ന് വിളിച്ചു. അതേപോലെ ഈ PTR1 ഇങ്ങോട്ടേക്ക് പോയി, തൊട്ടുള്ളത് ഇങ്ങോട്ടേക്ക് ചാടിച്ചു. ഓക്കെ, ഇനി ഇപ്പോഴത്തെ എൻ്റെ PTRൻ്റെ ഡാറ്റ 3 ആണ്. ഞാൻ എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 3 നോട്ട് ഈക്വൽ ടു 3 ആണോ, അതായത് 3 3 ഈക്വൽ അല്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. 3 3 ഈക്വൽ അല്ലേ, ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റിപ്പോയി. ഇവിടെ നോട്ട് ഈക്വൽ ടു ആണേ ഉള്ളത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ നേരെ എന്ത് ചെയ്യണം, വയലിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ വയലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാനുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ നോഡിനെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ നോഡിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ നേരെ എങ്ങനെയാണ് പോവുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും കണക്ഷൻ പോവുക. ഈ നോഡും ഈ നോഡും ഈ നോഡും അല്ലേ, 300ലെയും 400ലെയും 500ലെയും ഈ 3 നോഡുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ വേണം. 400ലെ നോഡിൻ്റെ പേര് PTR എന്നുള്ളതാണ്, നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. 300ലെ നോഡിൻ്റെ പേര് PTR1 എന്നാണ്, നമുക്ക് അതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ 500ലെ നോഡിനെ പറ്റി നമുക്ക് എന്തില്ല, യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മൾ ആരെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, PTRനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഈ കണക്ഷൻ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇയാളെ ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, 500ലുള്ള ആൾക്കൊരു പേര് കൊടുക്കണം. അപ്പോൾ 500ലുള്ള ആൾക്കൊരു പേര് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. 400ലുള്ള ആൾക്ക് PTR എന്ന് പേര് കിട്ടി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരാൾക്ക് പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. PTRൻ്റെ ലിങ്കിലുള്ള ആളാരാ, 500. അപ്പോൾ 500ന് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ PTR2 എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, PTR2 ഇസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. PTRൻ്റെ ലിങ്ക് 500 ആണ്, അത് ഈക്വൽ ടു PTR2. സോ PTR2 ഇസ് ഈക്വൽ ടു PTR1ൻ്റെ ലിങ്ക്. PTR1ൻ്റെ ലിങ്ക് 500 ആണ്. സോ 500ലുള്ള ആളെ ഞാൻ എന്ത് വിളിച്ചു, PTR2 എന്ന് വിളിച്ചു. ഇപ്പോൾ നോക്കിയേ, PTR1 PTR2. അപ്പോൾ 3 ആളെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ PTRനെ ഡിലീറ്റ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് PTR ചെയ്തു. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് കണക്ഷൻ ഇട്ട് കൊടുക്കണം. ഇവിടെ 400 എന്തുകൊണ്ടായിരുന്നു വന്നത്, തൊട്ടടുത്തുള്ള ആൾ 400 ആയതുകൊണ്ടാണ് ഇവിടെ 400 വന്നത്. ഇയാളവിടെ ഇല്ല. ഇനി അവിടെ അടുത്ത ആളായിട്ട് ആരാ ഉള്ളത്, 500 ആണുള്ളത്. അപ്പോൾ ഈ 400 പോയിട്ട് അവിടെ ആര് വരണം, 500 വരണം. അപ്പോൾ 500 വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, PTR1ൻ്റെ എവിടെയാണ് 500 വരേണ്ടത്, PTR1ൻ്റെ ലിങ്കിൽ 500 അഥവാ PTR2 വരണം. സോ PTR1ൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു PTR2. PTR1ൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു PTR2, അതായത് 500 വന്നു. ഇനി ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഈ 6ാമത്തെയും 7ാമത്തെയും സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയെന്ന് വെച്ച് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല. അപ്പോൾ ആലോചിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഡിലീഷൻ എൻഡും ഡിലീഷൻ കീ പൊസിഷനും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം തൊട്ട് മുന്നേയുള്ള ആളെ പറ്റി ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെഡിന് മറ്റൊരു പേരിട്ട് ഇങ്ങോട്ട് ചാടിച്ച് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ ആദ്യം എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ആലോചിക്കുക, പിന്നെ അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ആലോചിക്കുക. ഇതാണ് എന്ത്, ഡിലീഷൻ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ സിംഗിളി ലിങ്ക് ലിസ്റ്റിന് എല്ലാം കഴിഞ്ഞു. എന്താണ് സിംഗിളി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു, അതിലൊരു നോഡിന് എത്ര പാർട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ട്രാവേഴ്സൽ പറഞ്ഞു, മർജിങ് പറഞ്ഞു, ഇൻസേർഷൻ ബിഗിനിങ് ആൻഡ് കീ പൊസിഷൻ, ഡിലീഷൻ ബിഗിനിങ് ആൻഡ് കീ പൊസിഷൻ. ഇത്രയും നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.